പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ സന്ദർശനം നടത്തുകയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ അയോധ്യയിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. RSS മേധാവി മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. അയോധ്യ എന്നത് വിശ്വാസം എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയം കൂടിയാണ് എന്നത് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ്. അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതും എത്തി. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ശ്രീരാമപാദോദകം പീത്വാ പുനർജന്മ ന വിദ്യത്തെ. അകാൽ മൃത്യുഹരണം സർവവ്യാധി വിനാശനം ശ്രീരാമപാദോദകം പീത്വാ പുനർജന്മ വിദ്യത്തെ. हस्तो प्रक्षाल्य ऋषिकेशाय नमः। ओम अपवित्रः पवित्रो वा सर्वावस्थांगतोऽपि वा यस्मरेत् पुण्डरीकाक्षं सर्वायाभ्यन्तरः शुचिः। पुण्डरीकाक्षः पुनातु पुण्डरीकाक्षः पुनातु पुण्डरीकाक्षः पुनातु। स्वस्ति तिलकम्। ओम स्वस्ति न इंद्रो वृद्धशरावाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु। അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS അധ്യക്ഷൻ മോഹൻ ഭഗവതും എത്തിയ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 2024 ഒരു വർഷം മുൻപാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. 2024 പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ധ്വജാരോഹണം ആ ചടങ്ങിന്റെ ഭാഗമായാണ്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും RSS മേധാവിയും അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് മുൻപ്, സന്ദർശനത്തിന് മുൻപ്, ഈ ചടങ്ങുകൾക്ക് മുൻപ് അയോധ്യയിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിരുന്നു. ബി ബാലഗോപാലുണ്ട്. ബാലു, അയോധ്യ എന്ന വിശ്വാസം എന്നതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം കൂടിയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രിയും RSS മേധാവിയും ഉൾപ്പെടെ എത്തിയിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അടുത്ത ചടങ്ങിനായി പ്രധാനമന്ത്രിയും RSS മേധാവിയും ഒരുമിച്ചെത്തുമ്പോൾ ബാലു, ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി കാവ്യ പതാക അയോധ്യയിലെ ക്ഷേത്രത്തിന് മുന്നിൽ ക്ഷേത്രത്തിൽ ഉയർത്തുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2024 ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന അയോധ്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം, അതായത് രാമവിഗ്രഹത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും RSS സർസംഘചാലക് മോഹൻ ഭഗവതും ഈ പൂജകളുടെ ഭാഗമായി പൂജകൾ അർപ്പിക്കുന്നത്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രിയും RSS സർസംഘചാലകും ഇവിടെ ഈ രാമക്ഷേത്രത്തിൽ, അതായത് പണി പൂർത്തീകരിച്ച രാമക്ഷേത്രത്തിൽ എത്തുന്നത്. പണി പൂർത്തീകരിച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ രാമക്ഷേത്ര സന്ദർശനം എന്ന പ്രത്യേകത കൂടി ഉണ്ട്. 2024 ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിരുന്നില്ല. അന്ന് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ശ്രീകോവില്, അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഈ വിഗ്രഹം ഇത് മാത്രമായിരുന്നു അന്ന് സ്ഥാപിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ പണി ഇപ്പോൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പതാക ഉയർത്തുന്നത്. അതിന് മുന്നോടിയായുള്ള
ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ഇന്ന് പ്രധാനമന്ത്രി ഉയർത്തുന്നത്. ക്ഷേത്രത്തിന്റെ 161 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിലാണ് ഈ കാവ്യ പതാക ഉയർത്തുന്നത്. 10 അടി ഉയരവും 20 അടി നീളവും ഈ പതാകയ്ക്ക് ഉണ്ട്. ആ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രധാനമന്ത്രി ഈ അയോധ്യയിൽ നടക്കുന്ന, അതായത് ക്ഷേത്രത്തിന് മുന്നിൽ ഈ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ഏതാണ്ട് 7000-ഓളം പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ അയോധ്യയിൽ ഇന്ന് പ്രവേശനത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി പ്രധാനമാണല്ലോ ഇപ്പോൾ അയോധ്യയിൽ 2024 ജനുവരിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അയോധ്യാവാസികളെ ക്ഷണിച്ചില്ല തുടങ്ങിയ പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ മേഖലയിൽ BJPക്ക് തിരിച്ചടി നേരിട്ടു. പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങൾ UP-യിൽ സംഭവിച്ചു. ഈ ചടങ്ങിലേക്ക് തദ്ദേശീയരായ ആളുകൾ ഉൾപ്പെടെയാണോ, അവരാണോ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും. അതായത് 2024 പരാതി, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നടന്ന സമയത്തുണ്ടായിരുന്ന പരാതി പരിഹരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇത്തവണത്തെ ചടങ്ങിനുണ്ട്. അന്ന് ആ ചടങ്ങ് നടക്കുമ്പോൾ ഈ പുറത്തു നിന്നുള്ള ആൾക്കാർ, അതായത് അയോധ്യവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നൊരു ആരോപണവും ആക്ഷേപവും ഒക്കെ ആ സമയത്ത് ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്ന 6000-ഓളം പേർ അവർ തദ്ദേശീയരാണ്. പ്രത്യേകിച്ച് അയോധ്യ അവധ് മേഖലകളിൽ നിന്ന് എത്തിയവരാണ്. ഇതിനു പുറമെ ഈ വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഈ സന്യാസി വര്യന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ടുള്ളത് തദ്ദേശവാസിയരാണ്. ഇതിനു പുറമെ 1991 നടന്ന കർസേവയുടെ അതിൽ പങ്കെടുത്തവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്ന് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്ന് കർസേവയ്ക്കെത്തി. ആ കർസേവയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ളവരെയും ഇന്ന് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇവരിൽ പലരും ഒഴിവാക്കപ്പെട്ടിരുന്നു എന്ന ആരോപണവും ആക്ഷേപവും ഒക്കെ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആ പരാതികൾ ഒഴിവാക്കുന്നതിനായി ഇത്തവണ തദ്ദേശീയരായ ആൾക്കാരെ കൂടുതലായി ഈ ചടങ്ങിൽ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ 11:50 കഴിയുമ്പോൾ തന്നെ ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ കാവ്യ പതാക ഉയർത്തുന്നതായിരിക്കും.